ഓഫർ തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ നടപടി. കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, എന്തുകൊണ്ടാണ് ലാലിയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്? കോടതി നിരീക്ഷണ വിഷയത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു നേരത്തെ തന്നെ. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഒരു നിയമോപദേശ സേവനം മാത്രമാണ് നൽകിയിട്ടുള്ളത്, നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ ബന്ധമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ 7ാം പ്രതിയായി തന്നെ കണ്ണൂർ ടൗൺ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് ഒരുപക്ഷെ അത് പോലീസിന്റെ ഒരു രാഷ്ട്രീയപരമായി തന്നെ തേജോവധം ചെയ്യാൻ ഉൾപ്പെടെയുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാവുന്നത് ഉൾപ്പെടെ ഈ ഹർജിയിൽ ആരോപിച്ചിരുന്നു. പക്ഷേ ഏതായാലും അടുത്ത പോസ്റ്റിംഗ് വരെ ഒരു ഇടക്കാല സംരക്ഷണമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. പൂർണ്ണമായും ഒരു മുൻകൂർ ജാമ്യം നൽകിയിട്ടില്ല. പകരം അടുത്ത സിറ്റിംഗിൽ വരെ, അടുത്ത വാദം കേൾക്കുന്നത് വരെ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഹൈക്കോടതി ഈ വിഷയം 50 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഈ FIS പ്രഥമ ദൃഷ്ട്യാ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ച്, പോലീസിന്റെ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് കോടതി ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഗൗരവതരമാണ് എന്നുള്ളൊരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ആ വിഷയത്തിൽ പോലീസിന്റെ ഒരു നിലപാട് കൂടി പ്രധാനമായിരിക്കും. അതിനുശേഷമായിരിക്കും ഇവർക്ക് പൂർണ്ണമായും മുൻകൂർ ജാമ്യം അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. തൽക്കാലം ഇപ്പോൾ ഇന്ററിം ഓർഡറായി ഒരു ഇടക്കാല സംരക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത ദിവസം വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പോലീസിന്റെ കൂടി ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കുക. പ്രധാനമായും തനിക്ക് ഇപ്പോൾ ഈ 50 ലക്ഷം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് FISന്റെ വിവരങ്ങൾ ചോദിച്ച് പോലീസ് ലഭ്യമാക്കിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ 50 ലക്ഷം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നൽകിയ ഈ ഇത്തരത്തിലുള്ള നിയമപരമായ സേവനം, പ്രത്യേകിച്ച് അവരുടെ ഒരു ലീഗൽ അഡ്വൈസറായി പ്രവർത്തിച്ചിരുന്ന ബന്ധം മാത്രമാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ഇപ്പോൾ തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന ഈ വിഭാഗവുമായി ഉണ്ടായിരുന്നത്. അതിന്റെ പ്രതിഫലം എന്നോണമാണ് ഇത്രയും രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ മറുപടിയായി പറയുകയും ചെയ്തു. എന്തായാലും അടുത്ത പോസ്റ്റിംഗ് വരെ ഇവരുടെ കേസ് താൽക്കാലികമായി ഹൈക്കോടതി മുൻകൂർ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഉപാധിയോടുകൂടി താൽക്കാലികമായി പരിഗണിച്ചിട്ടുണ്ട്. ശരി മുസ്തഫ.